നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഫേക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഇവാൻ വുക്കോമനോവിച്ച് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്നല്ലോ അദ്ദേഹം 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം കോച്ചിങ് കരിയറിൽ ബ്രേക്ക് എടുത്ത അദ്ദേഹം ഇപ്പോഴിതാ പുതിയ ഒരു ക്ലബിൻ്റെ കോച്ചായിരിക്കുന്നു. NK റഡംലെ എന്ന് പറയുന്ന സ്ലൊവേനിയൻ ക്ലബിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റേയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെയും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ എടുത്തു പറയുന്നത്. ഇവിടുത്തെ ആരാധകരുടെ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കേരള വിൽ ഓൾവേസ് സ്റ്റേ ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും കേരളം. ഇറ്റ് വിൽ ഓൾവേസ് ബി മൈ സെക്കൻഡ് ഹോം. എല്ലായ്പ്പോഴും കേരള എൻ്റെ സെക്കൻഡ് ഹോമായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹത്തോടുള്ള ചോദ്യം, നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള 3 വർഷക്കാലം തീർച്ചയായിട്ടും അവിടുത്തെ വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് സെർവിങ് ആയിട്ടുള്ള കാലമായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റെസ്പെക്റ്റഡ് കോച്ചുമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ആ ഒരു പ്രൊജക്റ്റിനെ സോ സ്പെഷ്യലാക്കി മാറ്റിയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇതിനെക്കുറിച്ച് എനിക്കൊരു പുസ്തകം തന്നെ എഴുതാം. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ആ 3 വർഷങ്ങളിൽ. ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, എനർജി, ഫാൻസ്, സ്നേഹം, ഇമോഷൻ, ഹോണസ്റ്റി, ഹ്യൂമിലിറ്റി, അങ്ങനെ എല്ലാ പോസിറ്റീവ് തിങ്സും ഞങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയുണ്ടായി ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട്. എൻ്റെ ആ ഒരു കേരളത്തിലെ കാലഘട്ടത്തിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് അവിടുത്തെ ജനങ്ങളുമായിട്ട്, എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ, പ്ലെയേഴ്സ്, സ്റ്റാഫ്, ഡയറക്ഷൻസ്, ഓണേഴ്സ്, എല്ലാവരോടും നല്ലൊരു ബന്ധമുണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എല്ലാ കാലത്തേക്കും എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച കാര്യങ്ങൾ. കേരളം എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇറ്റ് വിൽ ഓൾവേസ് ബി മൈ സെക്കൻഡ് ഹോം. എല്ലായ്പ്പോഴും കേരളത്തിലേക്ക് തിരിച്ചെത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആർക്കറിയാം, മേ ബി വൺ ഡേ ഞാൻ തിരികെ ഇന്ത്യയിലേക്ക് കോച്ചായിട്ട് എത്തില്ലെന്ന് ആര് കണ്ടു? ഞാൻ കേരളത്തോട് വലിയ സ്നേഹമാണ് എനിക്കുള്ളത്. ഐ ഫെൽ ഇൻ ലവ് വിത്ത് കേരള എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആൻഡ് എവറിത്തിങ് ഐ എക്സ്പീരിയൻസ്ഡ് ഓവർ ദർ. അവിടെ ഞാൻ അനുഭവിച്ച എല്ലാറ്റിനോടും എനിക്ക് വലിയ സ്നേഹമാണ്. ഞാൻ അതിലങ്ങ് വീണുപോയിട്ടുണ്ട്, ആ സ്നേഹത്തിൽ വീണുപോയിട്ടുണ്ട്. ആളുകൾക്കറിയാം എന്താണ് ഞാൻ അവിടെ ചെയ്തത് എന്ന്. എല്ലായ്പ്പോഴും ഞാൻ അവിടെ സത്യസന്ധമായിട്ടാണ് പെരുമാറിയത്. വിത്ത് പ്യുവർ ഹാർട്ട് ടുവേർഡ്സ് ദം. അവരോട് തുറന്ന പ്യുവർ ഹാർട്ടോടുകൂടി ആണ് ഞാൻ എപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല. യു ക്യാൻ നെവർ ഫേക്ക് പീപ്പിൾ ഇൻ കേരള. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫേക്ക് കാണിക്കാൻ പറ്റില്ല. ദാറ്റ്സ് വൈ അവർ ബോണ്ട് ഈസ് സ്പെഷ്യൽ ആൻഡ് ഓൾവേസ് വിൽ ബി കേരള മൈ ലവ് എന്നാണിപ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.